2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു ക്രോഷ്യ ബോ ഉണ്ടാക്കുക നോക്കിയാലോ. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ യാൺ എടുത്തിട്ട് യാൺ രണ്ടായിട്ട് മടക്കുക. യാൺ അതിന്റെ റോളൊന്ന് കട്ട് ചെയ്തൊന്നും കൊടുക്കണ്ട. ഇനി അതിൽ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. യാണിന്റെ ടൈലന്റിലല്ല, ആ മടക്കിയ ഭാഗത്താണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി യാണിന്റെ റോളിൽ സ്റ്റിൽ അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ആ ഒരു യാണാണ് വർക്കിംഗ് യാണ്. അത് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. ആൻഡ് മറ്റേ യാണ് തമ്പിന്റെ മിഡിൽ ഫിംഗറിന്റെ ഇടയിൽ പിടിച്ചിട്ട് ഇതുപോലെ ഹുക്കിന്റെ മേലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിന്റെയും അകത്തുകൂടെ പുൾ ത്രൂ ചെയ്യാം. എന്നിട്ട് തമ്പിലിരിക്കുന്ന ആ ഒരു യാണ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇനി ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുക. ആ യാണിന്റെ അറ്റം വരെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോഷ്യ ബോ സെറ്റ് ആക്കി എടുക്കാം. ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ എൻഡിൽ എത്തുമ്പോൾ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ആ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന 2 പീസും കൂടെ ഒന്ന് നന്നായിട്ട് 2 തവണ ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി സാധാ നമ്മൾ കയറൊക്കെ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോ സെറ്റായി. എങ്ങനെയുണ്ട്? ഭയങ്കര സിമ്പിൾ അല്ലേ? പേസ്റ്റൽ കളറിലൊക്കെ ട്രൈ ചെയ്തിട്ട് ബാഗിലൊക്കെ ഇതുപോലെ തൂക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.